ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും +2 മാത്തമാറ്റിക്സ് ലാബ് ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 1-ൽ നിന്നും 2024 പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ വിശദമായ സൊല്യൂഷനുമാണ്. ആദ്യമായി നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് കാണാം. 3 ചോദ്യങ്ങളിലായി 8 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് 2024 പബ്ലിക് എക്സാമിനേഷനിൽ ലാബ് 1-ൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. ഓരോ ചോദ്യങ്ങളും നമുക്ക് വിശകലനം ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫോളോ ദി ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര ആപ്ലെറ്റ് എന്നതാണ്. ജിയോജിബ്ര വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നോക്കൂ മക്കളെ, എന്താണ് ചോദ്യം? ഫോളോ ദി ഡയറക്ഷൻസ് ഗിവൺ ബിലോ ആൻഡ് കൺസ്ട്രക്ട് എ ജിയോജിബ്ര ആപ്ലെറ്റ്. കൃത്യമായി നമുക്ക് ഡയറക്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്ന് ചോദ്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആപ്ലെറ്റ് നിർമ്മിക്കാൻ പറ്റും. അതിന് നമുക്ക് 3 മാർക്കും കിട്ടും. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബ്. എസ് ക്യൂബ് എന്ന ഫംഗ്ഷന് ഗ്രാഫ് വരക്കാനാണ് പറഞ്ഞത്. എസ് ക്യൂബിൻ്റെ ഗ്രാഫ് നമ്മൾ വരക്കാൻ വേണ്ടി എവിടെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്? ഇൻപുട്ട് ബാറിൽ അല്ലേ? അപ്പോൾ ഇൻപുട്ട് ബാറിൽ എങ്ങനെ ടൈപ്പ് ചെയ്യണമെന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ എസ് ക്യൂബ് എങ്ങനെ ടൈപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്നത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ഇൻപുട്ട് ബാറിൽ എക്സ് ക്യൂബ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. എക്സ് ക്യൂബ് എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പേര് എഫ് ഓഫ് എക്സ് എന്ന് തന്നെ ആയിരിക്കും, ഫസ്റ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ എസ് ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ ഞാൻ വരച്ചു കഴിഞ്ഞു അല്ലേ? രണ്ടാമത് എന്താ പറഞ്ഞത്? ക്രിയേറ്റ് എ സ്ലൈഡർ എ വിത്ത് മിനിമം -10 ആൻഡ് മാക്സിമം 10 ആൻഡ് ഇൻക്രിമെൻറ്റ് 0.1. ഞാൻ സ്ലൈഡർ ടൂൾ ബോക്സിൽ നിന്ന് സ്ലൈഡർ എടുക്കുന്നു. സ്ലൈഡർ എനിക്ക് ഇവിടെയാണ് വേണ്ടത്. വേണ്ട സ്ഥലത്ത്, ഈ പ്ലസ് ഉള്ള സ്ഥലത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അന്നേരം സ്ലൈഡറിൻ്റെ പേര് എ എന്ന് വരുന്നു. മിനിമം -10 എന്ന് പറഞ്ഞതുകൊണ്ട് -5 മാറ്റി -10 ആക്കുന്നു. മാക്സിമം 10 എന്ന് പറഞ്ഞതുകൊണ്ട് 5 മാറ്റി 10 ആക്കുന്നു. ഇൻക്രിമെൻ്റ് 0.1 പറഞ്ഞത്, അതുകൊണ്ട് 0.1 എന്ന് ഇൻക്രിമെൻ്റ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. എനിക്ക് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഓക്കെ, മൂന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം പ്ലോട്ട് ദി പോയിന്റ്സ് എ ഈക്വൽ ടു A0, ബി ഈക്വൽ എ എഫ് ഓഫ് എ ആൻഡ് സി ഈക്വൽ 0 എഫ് ഓഫ് എ എന്നാണ്. 3 പോയിന്റുകൾ നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്യണം. ആദ്യത്തെ പോയിന്റ് A0 ആണ്. എ ഈക്വൽ ടു A0 എന്ന് ടൈപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. A0 എന്ന് ടൈപ്പ് ചെയ്താൽ തന്നെ നമുക്ക് എ എന്നായിരിക്കും അതിൻ്റെ ഡീഫോൾട്ട് നെയിം വരിക. അപ്പോൾ ഇൻപുട്ട് ബാറിൽ A,0 എന്ന് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പോയിന്റ് പ്ലോട്ട് ചെയ്യുന്നു. നമുക്കറിയാം A0 എന്നുള്ള പോയിന്റ് എക്സ് ആക്സിസിലായിരിക്കും അല്ലേ? എ എഫ് ഓഫ് എ എന്നുള്ള പോയിന്റ് എവിടെയായിരിക്കും നമുക്ക് ലഭിക്കുക? എ എഫ് ഓഫ് എ എന്നുള്ള പോയിന്റ് ഗ്രാഫിലായിരിക്കും ലഭിക്കുക. 0 എഫ് ഓഫ് എ എന്നുള്ള പോയിന്റോ അത് വൈ ആക്സിലായിരിക്കും. നമുക്ക് നോക്കാം. എ എഫ് ഓഫ് എ എന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. എ എഫ് ഓഫ് എ. എ എഫ് ഓഫ് എ ടൈപ്പ് ചെയ്തപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഗ്രാഫിലെ ബി എന്നുള്ള പോയിന്റ് കിട്ടി. മൂന്നാമത് വേണ്ടത് 0 എഫ് ഓഫ് എ ആണ്. 0, എഫ് ഓഫ് എ. 0, എഫ് ഓഫ് എ ടൈപ്പ് ചെയ്തു. എനിക്ക് എവിടുത്തെ പോയിന്റ് കിട്ടി? വൈ ആക്സിലെ പോയിന്റ് കിട്ടി. ആ മൂന്നാമത് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ നമ്മൾ വളരെ ഭംഗിയായിട്ട് ഫോളോ ചെയ്തു. നാലാമത് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദി ലൈൻ സെഗ്മെന്റ്സ് എ ബി ആൻഡ് ബി സി. എ ബി ബി സി എന്നുള്ള ലൈൻ സെഗ്മെന്റ്സ് വരക്കാനാ. ലൈൻ സെഗ്മെന്റ് ലൈൻ ടൂളാണല്ലോ ഉണ്ടാവുക. ലൈൻ ടൂളിൽ നിന്ന് ഞാൻ സെഗ്മെന്റ് ടൂൾ എടുക്കുന്നു. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ജസ്റ്റ് കേഴ്സർ ഒന്ന് അവിടെ വെച്ച് നോക്കിയാൽ മതി. സെലക്ട് 2 പോയിന്റ്സ് ഓർ പൊസിഷൻ. 2 പോയിന്റ് സെലക്ട് ചെയ്യുക. എ സെലക്ട് ചെയ്യുന്നു, മൗസ് നെക്കിപ്പിടിക്കാതെ ബിയിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ എത്തിയിട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എ ബി എന്നുള്ള ലൈൻ സെഗ്മെന്റ് ഫോം ചെയ്യുന്നു. ശേഷം ബിയിൽ ക്ലിക്ക് ചെയ്യുന്നു, സിയിലേക്ക് വരുന്നു, സിയിൽ ക്ലിക്ക് ചെയ്യുന്നു. 2 ലൈൻ സെഗ്മെന്റും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു.
ഓക്കെ, ഇനി അവസാനം പറഞ്ഞിരിക്കുന്നത് ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ എഫ് ആൻഡ് എ. ഇൻപുട്ട് ബോക്സ് എന്തിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? യെസ്, ഫംഗ്ഷനും സ്ലൈഡറും ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയാ. അപ്പോൾ ഇൻപുട്ട് ബോക്സ് കിട്ടുന്നത് സ്ലൈഡർ ടൂൾ ബോക്സിലാണ്. അതിൻ്റെ അവസാനത്തെ ടൂളാണ് ഇൻപുട്ട് ബോക്സ്. ഇൻപുട്ട് ബോക്സ് ഞാൻ സെലക്ട് ചെയ്തു. ശേഷം എനിക്ക് ഇവിടെയാണ് ഇൻപുട്ട് ബോക്സ് വേണ്ടത്. അവിടെ ഞാൻ എന്ത് ചെയ്തു? ഇൻപുട്ട് ബോക്സ് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഞാൻ ഇൻപുട്ട് ബോക്സിന് വേണ്ടി ക്ലിക്ക് ചെയ്യുന്നു. ഇൻപുട്ട് ബോക്സിലെ ക്യാപ്ഷൻ ആണ് ആദ്യം ചോദിക്കുന്നത്. ഫംഗ്ഷൻ ആണല്ലോ ഇൻപുട്ട് ബോക്സ് ആദ്യം ഉണ്ടാക്കേണ്ടത്. അവിടെ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് എഴുതുന്നു. എഫ് ഓഫ് എക്സ് നമുക്കതിൻ്റെ പേരാ കൊടുക്കേണ്ടത്. ഫംഗ്ഷൻ ഈക്വൽ ടു എന്ന് എഴുതാം, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് എഴുതാം. മറക്കാൻ പാടില്ല, ലിങ്ക് ചെയ്യണം. എഫ് ഓഫ് എക്സുമായിട്ട് ലിങ്ക് ചെയ്യണം. നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ കാണും. ഫംഗ്ഷനാണ് ഇൻപുട്ട് ബോക്സ് എന്നുള്ളതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഈക്വലി എക്സ് ക്യൂബുമായിട്ട് ഞാൻ ലിങ്ക് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. എനിക്ക് ഇൻപുട്ട് ബോക്സ് കിട്ടുന്നു. 2 ഇൻപുട്ട് ബോക്സ് വേണം. രണ്ടാമത്തെ ഇൻപുട്ട് ബോക്സ് സ്ലൈഡറിന് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബിന് താഴെ ഞാൻ സ്ലൈഡറിന് വേണ്ടി ഇൻപുട്ട് ബോക്സിന് വേണ്ടി ക്ലിക്ക് ചെയ്യുന്നു. സ്ലൈഡറിന്റെ പേര് എ എന്നാണല്ലോ. എ ഈക്വൽ ടു എന്ന് കൊടുക്കുന്നു. സ്ലൈഡറുമായിട്ട് ഞാൻ ലിങ്ക് ചെയ്യുന്നു. എ ഈക്വൽ ടു 1 ലിങ്ക് ചെയ്തു. ഓക്കെ കൊടുത്തു. രണ്ടാമത്തെ ഇൻപുട്ട് ബോക്സും ക്രിയേറ്റ് ചെയ്തു. ഇത്രയും നിങ്ങൾ ചെയ്താൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ പൂർണ്ണമാവുകയാണ്. എങ്കിലും ഇതിൻ്റെ കൂടെ ഇതിനൊന്ന് ബ്യൂട്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഈ ലൈൻ സെഗ്മെന്റിന് ജി എന്നുള്ള പേര് ആവശ്യമില്ലാത്തത് കൊണ്ട് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലാബൽ എന്നുള്ളത് അൺടിക്ക് ചെയ്യുമ്പോൾ ജി എന്നുള്ള പേര് പോയിക്കോളും. അതേപോലെ എച്ചിൻ്റെ അടുത്ത് പോയിട്ടും ഷോ ലാബൽ അൺടിക്ക് ചെയ്യുന്നു. ആ പേര് നമുക്ക് ആവശ്യമില്ലാത്തത് കൊണ്ട് അത് രണ്ടും നമ്മൾ കളഞ്ഞു. ഇനി നമുക്ക് വേണ്ട ചില കാര്യങ്ങൾ, ഒന്ന്, എയുടെ കോർഡിനേറ്റ്സ് വേണം. എയുടെ കോർഡിനേറ്റ്സ് കിട്ടാൻ എയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടിയിൽ പോയി കോർഡിനേറ്റ്സ് കാണിക്കണം. ഈ ഷോ ലാബൽ എന്നുള്ള ഡ്രോപ്പ് ബോക്സ് എടുത്തിട്ട് അതിൽ നെയിം ആൻഡ് വാല്യൂ കാണിക്കുക. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം. ഓക്കെ, അതേപോലെ ബിയിലേക്ക് ഞാൻ പോകുന്നു. ബിയിലേക്ക് ഞാൻ പോയിട്ട് അതിൻ്റെ കളർ മാറ്റുന്നു. അതിൻ്റെ ബേസിക്കിൽ പോയി അതിൻ്റെ നെയിം ആൻഡ് വാല്യൂ കൊടുക്കുന്നു. സിയിലേക്ക് പോകുന്നു. സിയുടെ കളർ ഒന്ന് മാറ്റി കൊടുക്കുന്നു. ഇതൊന്നും കമ്പൽസറി അല്ല, കോർഡിനേറ്റ്സ് കാണിക്കുക എന്നുള്ളത് ആവശ്യമാണ്. ബാക്കിയുള്ളത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, വേണമെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യാം. ഈ ലൈൻ സെഗ്മെന്റ് സ്റ്റൈൽ ഒന്ന് മാറ്റി കൊടുക്കാം. ലൈൻ സെഗ്മെന്റിന്റെ സ്റ്റൈൽ നമുക്ക് ഒന്ന് ഡോട്ടഡ് ലൈനാക്കി മാറ്റാം. അതും നമുക്ക് നമ്മുടെ ആപ്ലെറ്റ് ഭംഗിയാക്കുന്നതിന് വേണ്ടി സഹായകരമായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇത്രയും ചെയ്തിട്ട് നമ്മുടെ ടീച്ചറിന് നമ്മൾ ചെയ്ത കാര്യം കാണിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് ആൻസർ ഷീറ്റിൽ എഴുതുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആൻസർ ടു ക്വസ്റ്റ്യൻ നമ്പർ 1 എന്നെഴുതി ആപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് മാത്രം എഴുതിയാൽ മതി. എന്താണ് എഴുതേണ്ടത്? ആപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ്. ഓക്കെ, നമുക്ക് 3 മാർക്കായി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. യൂസ് എബോവ് ആപ്ലെറ്റ്, ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഓൺലി വൺ ഹാവിംഗ് ടിക്ക് മാർക്ക് ഫ്രം ദി ഫോളോയിങ്. 3 ചോദ്യങ്ങളുണ്ട്. അതിൽ 1 ടിക്ക് മാർക്ക് ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒന്ന്, ഏതാണോ ടിക്ക് മാർക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ ടീച്ചർ, അത് നമ്മൾ ചെയ്യുക. അപ്പം ഞാൻ ഒന്നാമത്തത് ആദ്യമായിട്ട് ഒന്ന് ചെയ്ത് കാണിക്കാം. 1.2 ക്യൂബ് എങ്ങനെയാണ് മുകളിലുള്ള ആപ്ലെറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. നമ്മൾ ആപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആപ്ലെറ്റ്. ഇതിൽ 1ന്റെ ക്യൂബ് എത്രയാ മക്കളെ? 1ന്റെ ക്യൂബ് 1 ആണല്ലോ. എങ്ങനെയാണ് 1ന്റെ ക്യൂബ് കിട്ടുക? 1ന്റെ ക്യൂബ് കിട്ടാൻ ബിയുടെ വൈ കോർഡിനേറ്റ് 1 എന്ന് നോക്കിയാൽ മതി. നമുക്കറിയാം 2ന്റെ ക്യൂബ് എത്രയാ? 2ന്റെ ക്യൂബ് 8 ആണ്. അപ്പോൾ സ്ലൈഡറിന്റെ ഇൻപുട്ട് ബോക്സിൽ 1 എന്നുള്ളത് എഡിറ്റ് ചെയ്ത് 2 എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് 2ന്റെ ക്യൂബ് കിട്ടും. നോക്കൂ, ബിയുടെ വൈ കോർഡിനേറ്റ് 8 അല്ലേ? ഇങ്ങോട്ട് താഴേക്ക് വലിച്ചാലും കിട്ടും. ബിയുടെ വൈ കോർഡിനേറ്റ് 8 അല്ലേ? അപ്പോൾ 2ന്റെ ക്യൂബ് 8. ഇങ്ങനെ ഏത് നമ്പറിന്റെ ക്യൂബ് കാണാനും സ്ലൈഡറിലെ നമ്പർ അതിനനുസരിച്ച് മാറ്റി കൊടുത്താൽ മതി. നമുക്ക് ആരുടെ ക്യൂബാണ് കാണേണ്ടത്? 1.2ന്റെ ക്യൂബ് അല്ലേ? നമ്മൾ എന്താ ചെയ്യേണ്ടത്?
2 മാറ്റിയിട്ട് 2 എഡിറ്റ് ചെയ്തിട്ട് 1.2 എന്ന് ആക്കി കൊടുത്താൽ മതി. 1.2 കൊടുക്കുമ്പോൾ 1.2ന്റെ ക്യൂബ് കിട്ടുന്നു. 1.2ന്റെ ക്യൂബ് എത്രയാ? 1.728. ബിയുടെ y കോർഡിനേറ്റ് ആയിരിക്കും 1.2ന്റെ ക്യൂബ്. 1.5 കിട്ടണമെങ്കിലോ 1.2 മാറ്റി 1.5 ആക്കുന്നു. 1.5ന്റെ ക്യൂബ് കിട്ടുന്നു. എത്രയാ? 3.375. ബിയുടെ y കോർഡിനേറ്റ് ആയിരിക്കും ഇവിടെ ചോദിച്ച ചോദ്യത്തിൻ്റെ നമ്പറിൻ്റെ ക്യൂബായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് 1.1 ആണ്. മൂന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഏതാണോ ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ മാത്രം ചെയ്താൽ മതി. 1.331 ആണ് 1.1ന്റെ ക്യൂബ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇങ്ങനെ 3 ഡെസിമൽ പ്ലേസ് കിട്ടാൻ വേണ്ടി ഓപ്ഷൻസിൽ പോയിട്ട് റൗണ്ടിങ്ങിൽ 3 ഡെസിമൽ പ്ലേസസ് എന്ന് നമ്മൾ മാറ്റി കൊടുത്താൽ മതി. സാധാരണ ഡീഫോൾട്ടായിട്ട് 2 ഡെസിമൽ പ്ലേസസ് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് കൃത്യമായല്ലോ. നമുക്ക് ആൻസർ ഷീറ്റിൽ എങ്ങനെ അത് എഴുതും എന്നൊന്ന് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തത് 1.2 ക്യൂബ് ഈക്വൽ ടു 1.728 അത്ര മാത്രം എഴുതാനേ നിങ്ങൾക്കുണ്ടാവും. ഈ രണ്ടാമത്തതാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ ആൻസർ ഇങ്ങനെ, മൂന്നാമത്തതാണ് ചോദിച്ചതെങ്കിൽ ആൻസർ 1.331. ഓക്കെ, 2 ചോദ്യങ്ങളുടെ ആൻസർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമ്മൾ ആൻസർ കണ്ടെത്തി കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതേ ആപ്ലെറ്റ് വെച്ച് തന്നെയാണ് മൂന്നാമത്തെ ചോദ്യവും. വായിച്ചോളൂ. യൂസ് ദി എബോവ് ആപ്ലെറ്റ്, എന്നിട്ടോ ആൻസർ ഓൺലി വൺ ഹാവിങ് ക്വസ്റ്റ്യൻ മാർക്ക്. ക്വസ്റ്റ്യൻ മാർക്കുള്ള ഏതെങ്കിലും ഒന്നിന് ആൻസർ ചെയ്യുക. ഞാൻ എക്സാമ്പിളിന് വേണ്ടി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഓക്കെ, ഒന്നാമത്തത് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ 2ഉം 3ഉം ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആപ്ലെറ്റിൻ്റെ ഇപ്പോഴുള്ള രൂപം. 1.1ന്റെ ക്യൂബാണല്ലോ നമ്മൾ ലാസ്റ്റിൽ ചെയ്തിട്ടുള്ളത്. ശരി, ഇവിടെ എന്താ വേണ്ടത്? കോസ് 2.4ന്റെ വാല്യൂ ആണ് കാണേണ്ടത്. വാല്യൂ കണ്ടാൽ മാത്രം പോരാ, എങ്ങനെ കാണുന്നു എന്നുകൂടെ ആൻസറിൽ നമ്മൾ എഴുതേണ്ടതുണ്ട്. കോസ് 2.4 കാണണമെങ്കിൽ എസ് ക്യൂബ് കാണണമെങ്കിൽ എസ് ക്യൂബ് അല്ലേ ഫംഗ്ഷൻ. ഒരു നമ്പറിന്റെ ക്യൂബ് കാണണമെങ്കിൽ സ്ക്വയർ കാണണമെങ്കിൽ എസ് സ്ക്വയർ അല്ലേ ഫംഗ്ഷൻ. കോസ് കാണണമെങ്കിൽ എന്തായിരിക്കും ഫംഗ്ഷൻ? എസ് ക്യൂബ് എന്നുള്ള ഫംഗ്ഷൻ എഡിറ്റ് ചെയ്തിട്ട് പറയൂ കോസ് എക്സ് എന്ന് മാറ്റണം അല്ലേ. അപ്പം ഞാൻ കോസ് എക്സ് എന്ന് കൊടുക്കുന്നു, ഫംഗ്ഷൻ കോസ് എക്സ് ആക്കുന്നു. ആരുടെ കോസാ കാണേണ്ടത്? 2.4ന്റെ കോസ് അല്ലേ. അപ്പോൾ 1.1 എഡിറ്റ് ചെയ്തിട്ട് ഞാൻ 2.4 ആക്കി മാറ്റുന്നു. അപ്പോൾ കോസ് 2.4ന്റെ വാല്യൂ കിട്ടാൻ വേണ്ടി ബിയുടെ y കോർഡിനേറ്റ് നോക്കിയാൽ മതി. ബിയുടെ y കോർഡിനേറ്റ് എന്താ? -0.737. ഇവിടെ നെഗറ്റീവ് ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ് ആക്സിന്റെ താഴേക്കാണ്, അത് നെഗറ്റീവ് ആയിരിക്കും. -0.737 അതാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇവിടെ മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? f(x) എന്നുള്ള ഫംഗ്ഷനെ cos x ആക്കി സെറ്റ് ചെയ്തു, എഡിറ്റ് ചെയ്തു നമ്മൾ സ്ലൈഡർ വാല്യൂ എത്രയായിട്ട്? 2.4 ആയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ കോസ് 5.3 ആണല്ലോ. കോസ് 5.3 ആകുമ്പോൾ 2.4 മാറ്റി എന്താക്കണം? 5.3 ആക്കണം. ഓക്കെ, 5.3 ആക്കുന്ന സമയത്ത് കോസ് 5.3യുടെ വാല്യൂ ഇതാ 0.554. ഇവിടെയും കാണാം കേട്ടോ, ബിയുടെ y കോർഡിനേറ്റ് ഇവിടെയും കാണാം 0.554. ഓക്കെ, അടുത്തത് കോസ് 2.7 ആണ്. കോസ് 2.7 ആക്കുമ്പോൾ സ്ലൈഡർ വാല്യൂ എന്തായിട്ടാണ് എഡിറ്റ് ചെയ്യേണ്ടത്? 2.7 ആയിട്ട് എഡിറ്റ് ചെയ്യണം അല്ലേ. ഞാൻ 2.7 ആയിട്ട് എഡിറ്റ് ചെയ്തു. ആൻസർ -0.904. ഓക്കെ, അപ്പോൾ കോസ് 2.7ന്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി കോസ് മാറി ടാൻ ആണ് ചോദ്യമെങ്കിലോ എക്സാമിന്, ഈ കോസ് എക്സ് എന്നുള്ള ഫംഗ്ഷനെ മാറ്റി ടാൻ ആക്കണം. സൈൻ ആണെങ്കിൽ സൈൻ ആക്കണം. വളരെ ഈസിയാണ്. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറും നമ്മൾ ഇവിടെ പൂർത്തിയാക്കുകയാണ്. ആൻസർ ഷീറ്റിൽ എങ്ങനെയാണ് അത് എഴുതേണ്ടത് എന്ന് കാണണ്ടേ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ എഴുതാം. ഒന്നാമത് സെറ്റ് ഫംഗ്ഷൻ ഇൻ ഇൻപുട്ട് ബോക്സ് ആസ് കോസ് എക്സ്. ഇൻപുട്ട് ബോക്സിലെ ഫംഗ്ഷനെ നമ്മൾ കോസ് എക്സ് ആയിട്ട് എഡിറ്റ് ചെയ്തു. രണ്ടാമത് നമ്മൾ ചെയ്ത കാര്യം സ്ലൈഡർ വാല്യൂ 2.4 ആയിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തു. മൂന്നാമത് ചെയ്ത കാര്യം ബിയുടെ y കോർഡിനേറ്റ് ആണ് കോസ് 2.4 എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് നമ്മൾ എഴുതി. y കോർഡിനേറ്റ് ഓഫ് ബി ഇസ് ദി വാല്യൂ ഓഫ് കോസ് 2.4. അങ്ങനെ കോസ് 2.4 വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടിയത് -0.737. അത് നമ്മൾ
നമ്മൾ നോട്ട് ചെയ്തു. ഇത്രയും നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മെത്തേഡും ആൻസറും കൂടെ എഴുതുകയായി. അതായത് 3 മാർക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആൻസർ നമുക്ക് ലഭിച്ചു. ഇനി രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ചോദിച്ചതെങ്കിൽ എങ്ങനെയായിരിക്കും ആൻസർ എഴുതുക? ഇതേപോലെ. മൂന്നാമത്തതാണ് ചോദിച്ചതെങ്കിൽ ഇതേപോലെ. അപ്പോൾ 2024 പബ്ലിക് എക്സാമിന് നമ്മോട് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്തു, മെത്തേഡ് പറഞ്ഞു. ഇതേപോലെ നല്ല ഭംഗിയിൽ നല്ല മനോഹരമായിട്ട് നിങ്ങൾ പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതാൻ ശ്രദ്ധിക്കണം. ലാബ് 1 നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാവുന്ന, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന, ഫുൾ സ്കോറും വാങ്ങാവുന്ന ലാബാണ്. ഏറ്റവും മനോഹരമായിട്ട് എല്ലാവരും ചെയ്ത് പഠിക്കണം. ലാപ്ടോപ്പ് ഉള്ളവർ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാത്തവർ ക്ലാസ്സുകൾ പലതവണ കേട്ട് മെത്തേഡ് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട് മാത്രം പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഓൾ.